ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എന്നെ ഈ അൽത്താരയിൽ നിർത്തി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിൽ. ഞാൻ 2023 ജൂൺ 21 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെയാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നതിന് മുമ്പ് 1 മാസം മുമ്പേ അവളെനിക്ക് ഉടമ്പടി പുസ്തകം തന്നിരുന്നു. നീ ഇത് വായിക്ക്, അമ്മേനെ മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞാണ് തന്നത്. അന്ന് മുതൽ ഞാനത് ഉടമ്പടി പുസ്തകം വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഉടമ്പടിയൊക്കെ എടുക്കണേക്ക് മുമ്പ് ഒരു കിണർ താത്തിയിരുന്നു. പക്ഷേ അതിനകത്ത് പാറയാണ് കണ്ടത്, വെള്ളം കണ്ടില്ല. പിന്നെ ഞങ്ങളത് ഉപേക്ഷിച്ചു. മഴക്കാലത്ത് വെള്ളം കിട്ടും, വേനൽക്കാലത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നതിന് ശേഷം, ഉടമ്പടിക്ക് ശേഷം ഒരു കുഴൽക്കിണർ താത്താന്നും പറഞ്ഞ് താത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വെള്ളം കിട്ടുന്നതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിൽ അന്നേരം ഉടമ്പടി എടുത്ത കാരണം നമ്മുടെ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു, വിശുദ്ധ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പണിക്കാർ കുറേ പേര് വന്ന് കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കാകെ വെപ്രാളമായി. ഇത് ഞാനിട്ട അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഒരു പാപം ചെയ്തു. അവരുടെ കയ്യിലേക്ക് ഞാൻ ആ ഉപ്പ് കൊടുത്തു ഇടാൻ പറഞ്ഞ്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിണർ താത്തി അവർ കുഴിച്ചിട്ടും ഒരു തുള്ളി പോലും വെള്ളം കിട്ടിയില്ല. പാറപ്പൊടി മാത്രമാണ് കണ്ടത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനും ഞാനും വിഷമമായി. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിലേക്ക് കയറി വരണ്ട്, നീ ചെയ്ത് തെറ്റാണെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഉപ്പ് കൊടുത്തത് തെറ്റായിപ്പോയി. ഉടമ്പടി എടുത്ത ഞാൻ തന്നെ ചെയ്യേണ്ടത്, ഞാനത് വേറെ ഒരാളുടെ കയ്യിൽ കൈമാറാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ചെയ്തപ്പോൾ തെറ്റായി പോയി ചേട്ടാ, വൈകുന്നേരമായി. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇനി ഉപ്പിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആ ഉപ്പ്, ചേട്ടൻ എനിക്ക് ടോർച്ചും കൊണ്ട് വെട്ടടിച്ച് തന്നു കുഴൽക്കിണറിൻ്റെ അകത്തേക്ക്. ഞാൻ ഉപ്പിട്ടു, വൈകുന്നേരം ഇട്ടു. പിറ്റേ ദിവസം രാവിലെ അത് തന്നെ ആവർത്തിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഉപ്പിട്ടത്. വൈകുന്നേരം ഉപ്പിട്ടു. 3-ാം ദിവസം രാവിലെ ആയി ഉപ്പിട്ടിപ്പോൾ ആ ഉപ്പ് ആ കിണറ്റിലേക്ക് ഇട്ടിപ്പോൾ ഈ വെള്ളത്തിലേക്ക് കല്ല് ചാടുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. അപ്പം എനിക്ക് സംശയമായി. ഞാൻ പിന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പിന്നെ ഉപ്പിട്ടു. പിന്നെ ആ സൗണ്ട് തന്നെ. വൈകുന്നേരമായി ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ കിണറ്റിൽ അമ്മ വെള്ളം തന്നു, സൗണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി. ചേട്ടൻ ടോർച്ച് അടിച്ച് തന്നു. ഞാൻ ആ ഉപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ കിണറ്റിലേക്ക് ടോർച്ച് അടിച്ച് നോക്കാൻ പറഞ്ഞപ്പം 30 അടി താഴ്ച വരെയാണ് PVC പൈപ്പ് ഉണ്ടായിരുന്നത്. ആ 30 അടി താഴ്ചയിൽ വെള്ളം വന്ന് നിരന്ന് നിൽക്കണയാണ് ഞങ്ങൾ കണ്ടത്. ടോർച്ച് അടിച്ച് നോക്കിയപ്പം അത് അമ്മ തന്നതാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. ഇന്നും കിണറ്റിൽ വെള്ളമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ആവശ്യത്തിന് രാവിലെ വൈകുന്നേരം ഒക്കെ വെള്ളം കിട്ടും. ഒരുപാട് നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും. പിന്നെ ഞാൻ 23 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗം വച്ചതിൽ ഒരു നിയോഗം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, എനിക്ക് അമ്മ ഒരു ഗവൺമെൻറ് ജോലി തന്ന് അനുഗ്രഹിക്കണം. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സാക്ഷി ഓരോരുത്തർ പറയുമ്പോൾ ഞാനിത് ആവർത്തിക്കും, അമ്മ എനിക്ക് ജോലി തന്നില്ല കേട്ടോ എന്ന് പറയും. എന്നാലും പരാതിയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അമ്മ എനിക്ക് ഇന്നലെ ഒരു ഗവൺമെൻറ് ജോലി തന്ന് അനുഗ്രഹിച്ചു. അതിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. എനിക്ക് മിനിങ്ങാന്നാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയത്. അന്ന് ഉച്ചയ്ക്ക് അവർ ജോയിൻ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ മക്കൾക്ക് അവധിയില്ലാത്ത കാരണം അവർ പറഞ്ഞു, അമ്മേ ശനിയാഴ്ച പോവാം, നാളെ പോവാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ഇന്നലെ ഞാൻ ചെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, തൃപ്പൂണിത്തറ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എനിക്കിവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് കയറണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലാത്ത കാരണം ഞാൻ പോയി. ഞാൻ ഇന്നലെ ചെന്ന് ജോയിൻ ചെയ്തു. ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഇന്ന് ഓഫീസൊന്നും ഇല്ല, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വന്നു. ഞാൻ വൈകുന്നേരം ഉടമ്പടി പുസ്തകം എടുത്ത് വച്ച് നോക്കിയപ്പോൾ ഇന്നലെ 21-ാം തീയതിയാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തേക്കണതും 21-ാം തീയതി ജൂൺ 2023. അപ്പം എനിക്ക് ഉറപ്പായി, അമ്മ എനിക്ക് ഇന്നലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ നോക്കി
എനിക്ക് ജോലി തന്നതാണെന്ന് എനിക്ക് ഉറപ്പായി. അമ്മ തന്നെയാണ് എനിക്ക് തിരുകുമാരനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി തന്നത്. പിന്നെ എൻ്റെ മകളുടെ കല്യാണം നടത്തുവാൻ ഞാൻ ഓർത്തിരുന്നു. അവൾക്ക് 25 വയസ്സായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മകളുടെ കല്യാണം നടത്തണം, എൻ്റെ കയ്യിൽ ആകെ കുറച്ച് പൈസയേ ഉള്ളൂ. അമ്മ ആ പൈസയും കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ കല്യാണം നടക്കണം, എനിക്ക് നടത്തി തരണം, എനിക്ക് വേറെ ആരോടും പറയാനില്ല. അമ്മേ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ മകനോട് പറഞ്ഞ പോലെ ഞാൻ അമ്മയോട് പറയുകയാണ്, എനിക്ക് ഈ കല്യാണം നടത്തി തരണം. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ആ കല്യാണം ഭംഗിയായിട്ട് എന്നെ നടത്തി തന്നു. ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമോ ദുഃഖമോ ഞാൻ അറിഞ്ഞില്ല. സന്തോഷത്തോടെ ആ കല്യാണം നടന്നു. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടായിരുന്നോ കല്യാണം നടത്താൻ, ആ പൈസ അത്രയും എൻ്റെ കയ്യിൽ ബാലൻസ് വന്നു. അതാണ് അമ്മയോട് പറയാനുള്ള എനിക്കൊരു അനുഗ്രഹം എനിക്ക് തന്നത്. 1000 നന്ദിയുണ്ട്. ഇതൊക്കെയാണ് പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ എല്ലാ മാസവും വണ്ടി വിളിച്ചാണ് ഞാൻ ആൾക്കാരെ കൊണ്ട് വരുന്നത്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, കൂട്ടായ്മയായിട്ടാണ് വരുന്നത്. ജപമാല റാലിക്ക് പങ്കെടുക്കാറുണ്ട്. ഞാനിവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ബുധനാഴ്ച തോറും ഉപവാസം എടുക്കാറുണ്ട്. അപ്പം ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസമാണ് ഞാൻ ഈ പത്രവും കൊണ്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, ബിന്ദു വെള്ളം കുടിച്ചോ, നീ ഒന്നും കഴിക്കാതെ നീ ഇങ്ങനെ നടക്കണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ ഒരു തുള്ളി വേളം പോലും വെള്ളം കഴിക്കാറില്ല. ഒരു 3 മണി 3:30 വരെ ഞാൻ ആ പത്രവും കൊണ്ട് നടക്കും. ഞാൻ പറയും, അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കണേ അമ്മയെന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത്. അത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മേനെ അറിയാത്തവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാനൊരു ഹിന്ദുവാണ്, നിങ്ങൾ അമ്മയെ യേശുപ്പോഴും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, നിങ്ങൾക്ക് നല്ലത് വരും എന്നൊക്കെ ഞാൻ പറയും. എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഒരു പത്രം ഒരാൾ കയ്യെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയും, മോള് തന്നതല്ലേ, ആ പത്രോടും തന്നേരം. ഞാൻ പറഞ്ഞു, ചേച്ചി ഈ മാസം എല്ലാം ഒരു പത്രം തന്നെയാണ്, ആ പത്രം എനിക്ക് തിരിച്ച് തന്നേരെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് മേടിക്കും. അത് കിട്ടാത്തവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ കൊണ്ടുപോകും. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന എല്ലാ മാസവും ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഞാൻ പറയും, ചേട്ടാ ആദ്യം പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റി വയ്ക്കാം എന്നും പറഞ്ഞ് അത് സന്തോഷത്തോടെ എൻ്റെ കയ്യിൽ തരും. ഞാൻ അപ്പം തന്നെ ആ പൈസ മാറ്റി വയ്ക്കും. അനാഥാലയങ്ങളുണ്ട് അടുത്ത്, 3-4 സ്ഥലത്തുണ്ട്. അവർക്ക് ഞാൻ ഭക്ഷണം വച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നവരും എൻ്റെ കൂടെ കൂടാറുണ്ട്. അപ്പോൾ അവർ പറയും, ബിന്ദു കാറ്ററിങ്ങിൽ നിന്ന് വരുത്തി കൊടുക്കാം ഭക്ഷണം എന്ന് പറയും. ഞാൻ പറയും, വേണ്ട, നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം, എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം, കാറ്ററിങ്ങിൽ നിന്ന് മേടിക്കണ്ടെന്ന് ഞാൻ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് വച്ചു കൊടുക്കാറുണ്ട്, പൈസയായിട്ട് സഹായിക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും ഞാൻ കുമ്പസാരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അമ്മോട് പറയും, അമ്മേ ഞാൻ ഉപവാസം എടുക്കുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ഇവിടെ കുമ്പസാരിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കത് സാധിക്കാത്ത കാരണം ഞാൻ ഈ ഉപവാസം എടുത്താട്ടോ അമ്മേ എൻ്റെ പാവങ്ങളെല്ലാം പൊറുക്കണേ അമ്മേ, ഞാൻ അറിയാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കണേ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ പത്രവും കൊണ്ട് ഉപവാസവും എടുത്ത് നടക്കുന്നത്. പിന്നെ ഞാൻ ഈ അനാഥാലയങ്ങളിൽ എനിക്ക് സ്റ്റിച്ചിങ് അറിയാം. ഞാൻ അവർക്ക് തുണി ആരെങ്കിലും പറയും, ഇങ്ങനെ നിങ്ങൾ എനിക്ക് തുണി മേടിക്കാൻ പൈസ തരാമോ, അനാഥാലയത്തിലേക്ക് തച്ച് കൊടുക്കാനാന്ന് പറയും. അപ്പോൾ ആരെങ്കിലുമൊക്കെ പൈസ തരും. പിന്നെ ഓരോ കടകളിൽ കൂടെ പോയി ചോദിക്കും, എനിക്കിങ്ങനെ തുണി തരാമോ, തയ്ച്ച് കൊടുക്കാനാന്ന് പറയും. അപ്പോൾ അവരൊക്കെ എനിക്ക് പൈസ തരും. ഞാൻ ആ പൈസയും കൊണ്ട് തുണി മേടിച്ച് വൃദ്ധസാധനത്തിൽ അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം ഞാൻ തയ്ച്ചു കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കും, ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്, കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഇനി എനിക്ക് ഇവിടെ വന്ന് ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അമ്മ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വചനമാണ്. അവർ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളൂ എന്നാണ്. വിളിക്കുന്നവനോട് ഉത്തരം പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പലപ്പോഴും സഹായത്തിന് ആരുമില്ല എന്ന് തോന്നുമ്പോഴും, പ്രാർത്ഥനകൾ ഉത്തരമില്ല എന്ന് തോന്നുമ്പോഴും, വ്യർത്ഥമാണ്, ശൂന്യമാണ്, ഒരന്ധകാരമാണ് എന്ന് തോന്നുമ്പോഴൊക്കെ, നിരാശയിൽ നിൽക്കുമ്പോഴും വചനം പറയുന്ന ഇതാണ്: ദൈവത്തെ വിളിക്ക്, ദൈവം അവഗണിക്കില്ല. കഷ്ടതയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെയുള്ളൊരു ദൈവമാണ്.
കഷ്ടതയിൽ ഞാൻ അവനോട് കൂടി ഉണ്ടാകുമെന്നാണ് സങ്കീർത്തനം 91 പറയുന്നത്. നീ ഏത് കഷ്ടതയുടെ നടുവിലായാലും, ഒരു പക്ഷേ രോഗാവസ്ഥയാവാം, ചികിത്സയാവാം, സാമ്പത്തിക തകർച്ചയാവാം, ബന്ധങ്ങളിലെ വേദനകളാവാം, മാനസിക സമ്മർദ്ദങ്ങളാവാം, ഒരു പക്ഷേ പരീക്ഷയാവാം, എന്തു തന്നെ ആയാലും ദൈവം പറയുന്നത് നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ്. രക്ഷയും മഹത്വവും ദൈവത്തിൻ്റെ കയ്യിലാണ്. രക്ഷയുടെ മഹത്വത്തിൻ്റെയും ഒരു വലിയൊരു സാക്ഷ്യമാണ് ബിന്ദു രാജൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞത് കൂട്ടുകാരിയുടെ കൂടെയാണ് കൃപാസനത്തിൽ ആദ്യമായി വരികയും ആദ്യം ഒരു കിണർ കുഴിക്കുകയും വെള്ളം കാണാതിരിക്കുകയും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പുതിയ ഒരു ട്യൂബ് കുഴൽക്കിണർ ഉണ്ടാക്കുവാനാണ് ശ്രമിച്ചത്. കുഴൽക്കിണർ ഉണ്ടാക്കിയപ്പോൾ പണിക്കാരുടെ കയ്യിലേക്കാണ് ഉപ്പ് കൊടുത്തത്. നമുക്കറിയാം, വിശ്വാസമുള്ള വ്യക്തികളുടെ ഈശോയുടെ അമ്മയുടെയും വിശ്വസ്തതയാണ് ഈ ഉപ്പ്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് ഈ ഉപ്പ് നമ്മുടെ ഉടമ്പടിയിൽ കൊടുക്കുന്നത്. ആ ഉപ്പാണ് ഈ മകള് പണിക്കാരുടെ കയ്യിലേക്ക് കൊടുത്തത്. കിണർ കുത്തിയപ്പോൾ 2 ദിവസം അവർ പണി ചെയ്തിട്ടും വെള്ളം കിട്ടാതായപ്പോഴാണ് ഈ മകൾക്ക് സങ്കടം തോന്നി. പിന്നീടാണ് മനസ്സിലായത്, ഉപ്പ് ഞാൻ കൊടുത്തത് പണിക്കാരുടെ കയ്യിലാണ്, അത് ചെയ്യാത്തതായിരുന്നു. പിന്നീട് ഈ മകൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വൈകിട്ട് തന്നെ ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ആ ഉപ്പ് ഇവരുടെ കൈകൊണ്ട് തന്നെ, ഉടമ്പടി എടുത്ത വ്യക്തികളുടെ കൈകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഉപയോഗിച്ചപ്പോഴാണ് ആ ഉപ്പ് അവിടെ പ്രവർത്തിച്ചത്. വെറും ഉപ്പ് മാത്രമാണ്. ഉടമ്പടി മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വസ്തയോടെ ഭക്തിയോടെ ആ ഉപ്പ് ഉപയോഗിക്കുമ്പോഴാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിന് ശേഷമാണ് 2 ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3-ാമത്തെ ദിവസം 30 അടി വെള്ളത്തിലാണ്, ആ PVS പൈപ്പിൻ്റെ ആ ഹൈറ്റിലാണ് വെള്ളം പൊങ്ങി വന്നത്. അത് ഈശോയുടെ അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമാണ്.